കറണ്ട് വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. വെറുതെ ടെൻഷനായിട്ട് കാര്യമുണ്ട്. കേരളത്തിൽ പവർ കട്ട് ജനങ്ങളെ മാത്രം തേടിയെത്തുന്നില്ലെന്ന് ഇന്നലെ തെളിഞ്ഞു. നേരെ മുഖ്യമന്ത്രിയുടെ വേദിയിലേക്കാണ് പവർ കട്ട് സ്പെഷ്യൽ എൻട്രി നടത്തിയത്. കേരള സമുദ്ര മിഷന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രസംഗം തുടങ്ങിയതും കുറച്ചു നേരം കഴിഞ്ഞതും മൈക്ക് ഓഫ്, ലൈറ്റ് ഓഫ്, വേദി മൊത്തം ഡാർക്ക് മോഡ്. സംഘാടകർ എഴുന്നേറ്റ് ഓടാൻ നോക്കിയപ്പോൾ മുഖ്യമന്ത്രി കൂളായി കൈ കാണിച്ച് ഓടുന്ന വണ്ടിയുടെ പുറകെ ഓടിയിട്ട് കാര്യമില്ല, കറണ്ട് വന്നാലേ സംസാരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതോടെ സദസ്സിൽ ചിരി. അല്ല, അതുതന്നെയല്ലേ ഞങ്ങളും കുറെയായി പറയുന്നത് സാറേ. അല്പസമയത്തിന് ശേഷം എന്തായാലും ജനറേറ്റർ എത്തി. അങ്ങനെ പ്രസംഗം വീണ്ടും ഓണായി. സാധാരണ ജനങ്ങളുടെ വീട്ടിൽ നിന്ന് നേരെ മുഖ്യമന്ത്രിയുടെ വേദിയിലേക്ക് വരെ വൈദ്യുതി നിയന്ത്രണം എത്തി. ഇന്നലത്തെ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് വേദിയിലെ വെളിച്ചമല്ല, വെളിച്ചം പോയ നിമിഷമായിരുന്നു. ഇതിനിടെ പവർ കട്ട് മറ്റൊരിടത്ത് താരമായി. റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തക സ്മൃതി പരുത്തിക്കാട് AD തോമസ് MLA-യുമായി തത്സമയ ചർച്ച നടത്തുന്നതിനിടെയാണ് MLA-യുടെ വീട്ടിൽ പെട്ടെന്ന് വൈദ്യുതി പോയത്. അതോടെ ലൈവും കുറച്ചു നേരത്തേക്ക് തടസ്സപ്പെട്ടു. തോമസ് കറണ്ട് പോയി കേട്ടോ. AD തോമസ് അവിടെ കറണ്ട് പോയി എന്ന് സ്മൃതി തന്നെ പറയുന്ന ദൃശ്യങ്ങളും വൈറലായി. VD സതീശന്റെ ഭരണത്തെ അനുകൂലിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമ പ്രവർത്തകയാണ് സ്മൃതി. കോൺഗ്രസ് കേരളത്തിൽ ഈ വർഷം അധികാരത്തിൽ കയറിയപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ സ്മൃതിയുടെ നൃത്തം തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പവർ കട്ടിലും കുറച്ച് നൃത്തമാവാം. എന്തായാലും കേരളത്തെ ഇരുട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന സതീശൻ സർക്കാരിന് നന്ദിയുണ്ടേ.